Welcome back to Bosco Campus Vision. This is the 7th lecture of Introduction to Programming, topic Programming Rules. In the previous lectures, we are discussing what is the structure of a C program. In this lecture, we have to discuss what are the programming rules. First rule is every program should have a main function. അതായത് നമ്മൾ സ്ട്രക്ചർ പഠിച്ചതിൻ്റെ അകത്ത് പറഞ്ഞു ഏതൊരു പ്രോഗ്രാമിനും ഒരു മെയിൻ ഫങ്ഷൻ കാണും. അതാണ് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് റൂൾ എന്ന് പറയുന്നത്. എവരി പ്രോഗ്രാം ഷുഡ് ഹാവ് എ മെയിൻ ഫങ്ഷൻ. സെക്കൻഡ്, സി സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് ബി ടെർമിനേറ്റഡ് ബൈ എ സെമികോളൻ. അതായത് ഈ സി പ്രോഗ്രാം എഴുതുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും എൻഡിൽ എന്തായിരിക്കും ഒരു സെമികോളൻ, അതായത് ഒരു കുത്തും കോമയും അതായിരിക്കും എന്ത് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ഇംഗ്ലീഷിലെ സെൻറ്റൻസ് എഴുതുമ്പോൾ എന്താണ് ലാസ്റ്റിൽ എന്താണ് ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ലേ, അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ സി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ അകത്തെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസും എഴുതി കഴിയുമ്പോൾ ഒരു സെമി കോളൻ അത് മസ്റ്റ് ആയിരിക്കും. ഫോർത്ത് വൺ ഈസ് ബ്ലാങ്ക് സ്പേസസ് മേ ബി ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ വേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ വൈ ഡിക്ലെയറിങ് എ വേരിയബിൾ, കീവേഡ്, കോൺസ്റ്റൻറ്റ് ഓർ ഫങ്ഷൻ. അതായത് എന്താണ് വേർഡ്സിൻ്റെ ഇടയിൽ നമ്മൾ ബ്ലാങ്ക് സ്പേസസ് ഇടും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദിസ് ലീഡ്സ് ടു ദ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ റീഡബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഹൗവർ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ വൈൽ ഡിക്ലെയറിങ് എ വേരിയബിൾ ഓർ കീവേഡ് ഓർ കോൺസ്റ്റൻറ്റ് ഓർ എ ഫങ്ഷൻ. അപ്പോൾ ഇതുവരെ പറഞ്ഞ പ്രോഗ്രാമിംഗ് റൂൾസ് എന്തൊക്കെയാണ്? എവരി പ്രോഗ്രാം ഷുഡ് ഹാവ് എ മെയിൻ ഫങ്ഷൻ. സി സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് ബി ടെർമിനേറ്റഡ് ബൈ എ സെമികോളൻ. If an unessential semicolon is placed, then it is treated as an empty space. Blank spaces may be inserted between the words and it is not applicable while declaring a variable, keyword, constant or function. Fifth one, it is not necessary to fix the position of the statement in a program. Example, A is equal to B plus C, D is equal to B into C, or A is equal to B plus C semicolon D is equal to B star C. അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രോഗ്രാമിൽ റൈറ്റ് ചെയ്യുമ്പം എന്താണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പൊസിഷൻ ആയിരിക്കത്തില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. A is equal to B plus C എന്ന് ഒരു ലൈൻ്റെ അകത്ത് എഴുതി സെമിക്കോളൻ കൊടുത്തു. D is equal to B into C എന്ന് നെക്സ്റ്റ് ലൈനിൽ എഴുതി സെമികോളൻ കൊടുത്തു. ഇത് രണ്ടും സെയിം ആണ് തൊട്ട് താഴെ എഴുതിയേക്കുന്നത്. A ഈക്വൽ ടു B പ്ലസ് സി എന്നും സെമികോളൻ ഇട്ട ശേഷം ആ ലൈനിൽ തന്നെ D ഈക്വൽ ടു B സ്റ്റാർ സി എന്ന് കൊടുത്താലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം എഫക്റ്റ് ആയിരിക്കും കോഡിന് ഉള്ളത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഫിക്സ് ദ പൊസിഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോഗ്രാം. സിക്സ്ത് വൺ ഈസ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസ് ഷുഡ് ബി ബാലൻസ്ഡ്. അതായത് നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാമിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു ഫങ്ഷൻ എഴുതി കഴിയുമ്പോൾ നമ്മളൊരു ബ്രേസ് ഓപ്പൺ ചെയ്യും, ലാസ്റ്റിലത് ക്ലോസ് ചെയ്യുമെന്ന്. അതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ലൂപ്പ് എഴുതുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഫങ്ഷനൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം എന്തായിരിക്കും ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പം ആ ഓപ്പൺ ചെയ്യുന്ന ബ്രേസസിൻ്റെ അതേ നമ്പർ ആയിരിക്കണം എന്ത് ചെയ്യുന്നത് താഴെ ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ദ ഓപ്പണിംഗ് and closing braces should be balanced. That is, if opening braces are 4, then also closing braces should be 4. ഇത്രയാണ് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. അതായത് ഈ 6 റൂൾസും മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒന്നും കൂടെ ഉള്ളതെന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ ലോവർ കേസ് ലെറ്റേഴ്സിലായിരിക്കും എഴുതുന്നത്. ചില സിംബോളിക് കോൺസ്റ്റൻറ്റുകളുണ്ട്, അത് മാത്രമേ നമ്മൾ അപ്പർ കേസിൽ എഴുതത്തുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് ബി റിട്ടൺ ഇൻ ലോവർ കേസ് ലെറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ഹൗ ക്യാൻ വി എക്സിക്യൂട്ട് എ സി പ്രോഗ്രാം. എ സി പ്രോഗ്രാം ഗോസ് ത്രൂ ദ വേരിയസ് ഫേസസ്. ഫസ്റ്റ് വൺ, ക്രിയേറ്റിംഗ് എ പ്രോഗ്രാം വിത്ത് എഡിറ്റേഴ്സ്. ദ പ്രോഗ്രാം മസ്റ്റ് ബി റിട്ടൺ ഇൻ സി എഡിറ്റർ. അതായത് നമ്മളിപ്പം എന്താണ് സ്ട്രക്ചർ പഠിച്ചു, റൂൾസ് പഠിച്ചു. ഈ പ്രോഗ്രാം എവിടെ ആയിരിക്കും? ഒരു സി എഡിറ്ററിലായിരിക്കും നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ബൈ ഡീഫോൾട്ട് ദ എക്സ്റ്റൻഷൻ വിൽ ബി .c. അതായത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാം സേവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫയൽ നെയിം .c. അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷൻ എപ്പോഴും
.cയിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ദ C പ്രോഗ്രാം ഇൻക്ലൂഡ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ്. മിക്കവാറും ഡീഫോൾട്ടായിട്ട് ഈ .c ആയിരിക്കും എക്സ്റ്റൻഷൻ അവിടെ കിടക്കുന്നത്. Then execution of a preprocessor program. After writing a program with C editor, it has to compile using Alt plus C. Inclusion of other files is done initially in the preprocessor section. അതായത് നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ കീബോർഡിൻ്റെ അകത്ത് Alt+C, അതായത് ഓൾട്ടും സിയും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്നു. അതായത് കമ്പൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു കമ്പൈലർ എന്താണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് കമ്പൈൽ ചെയ്യാൻ കൊടുക്കുന്ന ടൈമിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എറേഴ്സ്, പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതായത് ദ പ്രീ പ്രോസസ്സർ പ്രോഗ്രാം എക്സിക്യൂട്ട്സ് ഫസ്റ്റ് ഓട്ടോമാറ്റിക്കലി ബിഫോർ ദ കമ്പൈലേഷൻ ഓഫ് ദ പ്രോഗ്രാം. എ പ്രോഗ്രാമർ ക്യാൻ ഇൻക്ലൂഡ് അതർ ഫയൽസ് ഇൻ ദ കറൻറ്റ് ഫയൽ. Inclusion of other files is done initially in the preprocessor session. Next one is compilation and linking of a program. Previous lecture നമ്മൾ ലിങ്കിങ് എന്താണ്, കമ്പൈലർ എന്താണ്, ഇൻ്റർപ്രറ്റർ എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. Then compilation and linking of the program. The source program is translated into object code. If there are errors in the program, it should be corrected. The program without errors are translated into object codes and stored with extension .obj. അതായത് കമ്പൈൽ ചെയ്യാൻ കൊടുക്കുമ്പോൾ എറേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് ഡിറ്റക്റ്റ് ചെയ്ത് എത്ര എറേഴ്സ് ഉണ്ടെന്ന് കാണിക്കുന്നു. അത് കറക്റ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പ്രോഗ്രാം ഒബ്ജക്റ്റ് കോഡിലോട്ട് ട്രാൻസ്ലേറ്റ് ആവത്തുള്ളൂ. ലിങ്കിങ് ഈസ് ഓൾസോ ആൻ എസെൻഷ്യൽ പ്രോസസ്. ഇഫ് എ പ്രോഗ്രാം ഈസ് യൂസിങ് POW function, then the object code of this function should be bought from the math.h library of the system and linked to the main function of the program. അതായത് നമ്മൾ പവർ ഫങ്ഷൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ അകത്ത് POW എന്നുള്ളൊരു ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇത് എവിടെ നിന്നാണ് അത് ഇതിനെ ആക്സസ് ചെയ്യുന്നത്? math.h എന്ന് പറഞ്ഞ ലൈബ്രറിയിൽ നിന്നായിരിക്കും ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ഈ ഫംഗ്ഷനെ ആക്സസ് ചെയ്യുന്നത്. ദെൻ എക്സിക്യൂട്ടിംഗ് ദ പ്രോഗ്രാം. ആഫ്റ്റർ ദ കമ്പൈലേഷൻ ദ എക്സിക്യൂട്ടബിൾ ഒബ്ജക്റ്റ് കോഡ് വിൽ ബി ലോഡഡ് ഇൻ ദ കമ്പ്യൂട്ടേഴ്സ് മെയിൻ മെമ്മറി ആൻഡ് ദ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ്. ദ ലോഡർ loads the executable object code in the compiler's main memory and is performed using menu options of the editor. These are the steps for executing a C program. First one, creation of a program, then execution of a preprocessor program, then compilation and linking of a program, last one, executing the program. Today's question is, what are the programming rules of a C program? What are the programming rules of a C program? ഈ പ്രോഗ്രാമിംഗ് റൂൾസ് മസ്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ വേരിയസ് സ്റ്റെപ്സാണ് ഡിസ്കസ് ചെയ്തത്. അതായിരുന്നു ക്രിയേഷൻ ഓഫ് എ പ്രോഗ്രാം, എക്സിക്യൂഷൻ ഓഫ് എ പ്രീ പ്രോസസ്സർ പ്രോഗ്രാം, കമ്പൈലേഷൻ ആൻഡ് ലിങ്കിങ് ഓഫ് എ പ്രോഗ്രാം, ദെൻ എക്സിക്യൂട്ടിംഗ് ദ പ്രോഗ്രാം. അതൊന്ന് നോക്കി വെച്ചേക്കണം. നമുക്കത് പ്രോഗ്രാം ചെയ്യുമ്പം അത് യൂസ്ഫുള്ളായിരിക്കും.